മുനമ്പം വഖഫ് ഭൂമി അല്ലെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ അഭിപ്രായം യു.ഡി.എഫിൽ ചർച്ച നടത്തിയ ശേഷമുള്ളതല്ല എന്ന് മുസ്ലിം ലീഗ് നേതാവ് എം.കെ. മുനീർ. മുനമ്പത്തേത് വഖഫ് ഭൂമി ആണെന്നോ അല്ലെന്നോ തീരുമാനമായിട്ടില്ല. തീരുമാനം പറയേണ്ടത് സർക്കാർ ആണെന്നും എം.കെ. മുനീർ പറഞ്ഞു. മുനമ്പം ഭൂമി വഖഫ് അല്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന ആവർത്തിച്ചതിന് പിന്നാലെയാണ് എം.കെ. മുനീറിന്റെ പ്രതികരണം. ഇക്കാര്യം മുസ്ലിം സംഘടനകൾ അംഗീകരിച്ചതാണെന്നും സർക്കാരും വഖഫ് ബോർഡുമാണ് വഖഫ് ഭൂമി എന്ന് പറയുന്നതെന്നായിരുന്നു സതീശൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പറഞ്ഞത്. ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ആരാ അവകാശപ്പെടുന്നത്? സംസ്ഥാനത്തെ വഖഫ് ബോർഡ്. ആ വഖഫ് ബോർഡിനെ ആരാ നിയമിച്ചത്? സംസ്ഥാന സർക്കാർ അല്ലേ? സംസ്ഥാന സർക്കാർ. വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നത് ശരിയാണോ? അതാണ് നമ്മൾ ആദ്യം പരിശോധിച്ചത്. ഇതാദ്യം ഒരാൾ ഈ ഭൂമി ദാനം കൊടുത്ത സമയത്ത് ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ആളുകൾ താമസിക്കുന്ന ഭൂമി വഖഫായി ദാനം കൊടുക്കാൻ പറ്റില്ല. ഒന്ന്, അത് തന്നെ അത് വഖഫല്ല. രണ്ടാമത്, അയാൾ ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റുമായി വെച്ച എഗ്രിമെന്റ് ധാരണയിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ല ഉപയോഗിച്ചതെങ്കിൽ ഈ ഭൂമി ഇയാൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. വഖഫായി പ്രഖ്യാപിക്കുന്ന ഭൂമി ഒരിക്കലും അങ്ങനെ നിബന്ധനകൾ വെക്കില്ല. നിബന്ധനകൾ വെക്കാൻ പാടില്ല. വഖഫാണെന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തും വഖഫാണ്. അപ്പൊ നിബന്ധനകൾ വെച്ചിരിക്കുന്നത് കൊണ്ട് അത് വഖഫ് ബില്ലിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അത് പൂർണ്ണമായി വക്കീല് ഇരിക്കുന്നു. പെർമനന്റ് ഡെഡിക്കേഷനാണ്, അതായത് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. പിന്നെ കണ്ടീഷൻ ഒന്നും വയ്ക്കാൻ പറ്റില്ല ദൈവത്തിന് കൊടുക്കുമ്പോൾ. എന്നാൽ യു.ഡി.എഫിൽ ചർച്ച നടത്തിയ ശേഷം വന്ന അഭിപ്രായമല്ല വി.ഡി. സതീശന്റേതെന്നും മുനമ്പത്തേത് വഖഫ് ആണോ അല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ലെന്നുമായിരുന്നു എം.കെ. മുനീറിന്റെ പ്രതികരണം. പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെതിരെ കാന്തപുരം വിഭാഗവും രംഗത്തെത്തിയിരുന്നു. അല്ല, ഏതായാലും മുനമ്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്താണ് ആ വിഷയം എന്ന് പറയേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് അത് ആ കാര്യത്തിൽ ഒരു മൗനം വെടിഞ്ഞ് എത്രയും പെട്ടെന്ന് ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ ചർച്ചകളും അവസാനിക്കും. അല്ല, അവരതിൻ്റെ മുകളിൽ തീരുമാനം വരട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാം. ഞങ്ങൾ മുസ്ലിം സംഘടനകൾ ഒരുമിച്ചിരുന്ന് എടുത്തൊരു തീരുമാനമുണ്ടല്ലോ, അതിനപ്പുറം എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഞങ്ങളുടെ മുസ്ലിം ലീഗ് എടുത്ത നിലപാടാണല്ലോ അതിൽ പറയാൻ പറ്റുക. മുസ്ലിം ലീഗിൻ്റെ നേതാവ് ആയ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവിടെ ചെന്ന് അവരുമായി പോലും ചർച്ച ചെയ്ത് അതൊരു സമവായത്തിലെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാനത് കയറി സംസാരിച്ചിട്ട് ആ വിഷയം, മുനമ്പം എന്ന് പറയുന്ന വിഷയം ഇനി വഷളാക്കാനോ അതിനെപ്പറ്റി സംസാരിച്ച് അതിൽ കൂടുതൽ ഒരു സംശയത്തിൻ്റെ നിഴലിൽ ഈ രണ്ട് സമൂഹങ്ങളെ നിർത്താനോ ഞാൻ തയ്യാറല്ല. അത് യു.ഡി.എഫ് ചർച്ച ചെയ്യുമല്ലോ. അല്ല, അത് യു.ഡി.എഫ് ചർച്ച ചെയ്യും, കുഴപ്പമില്ല, പേടിക്കണ്ട. ഇപ്പോൾ അതുവരെ ഈ പറഞ്ഞ പോലെ പല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കും. അല്ല, ആ ചർച്ച വന്നിട്ടില്ല, യു.ഡി.എഫിൻ്റെ ചർച്ച കഴിഞ്ഞിട്ടില്ലല്ലോ. അത് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയാത്തൊരു കാര്യത്തിൽ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് നിങ്ങൾ പ്രതിപക്ഷ നേതാവിനോടും ആണല്ലോ ചോദിക്കേണ്ടത്. അതല്ലാതെ എന്നോട് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. യു.ഡി.എഫ് എന്ന് പറയുന്ന കാര്യം യു.ഡി.എഫ് ഇരുന്ന് ആലോചിച്ച് പറയും. അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ ഒരുമിച്ചിരുന്ന് പറയേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഇതിലെടുക്കേണ്ട നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമവായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിലുള്ള ഞങ്ങൾക്കുള്ള ഒരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാകുന്ന യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. മുനമ്പം വഖഫ് ഭൂമി വിഷയം വിധി പറയാൻ വി.ഡി. സതീശനെ മുസ്ലിം സമുദായം ഖാസിയാക്കിയിട്ടില്ലെന്നാണ് SDPI ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.
ഭൂമി വഖഫ് അല്ലെന്ന് സ്ഥാപിക്കാൻ സതീശൻ ഉയർത്തിയ 3 വാദവും നിരർത്ഥകമാണ്. തന്റെ സ്വത്ത് വഖഫ് ചെയ്യുന്നു എന്ന് വ്യക്തമായി സിദ്ദിഖ് സേട്ട് നൽകിയതിന്റെ രേഖ നിലനിൽക്കെ അതിലെ സാങ്കേതികത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വഖഫ് അല്ല എന്ന് പറയുന്നത് നുണയാണ്. ഇത്തരം സാങ്കേതിക പിഴവുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് MV പോളിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള വ്യക്തികളും സ്ഥാപനങ്ങളും വഖഫ് സ്വത്ത് കൈയേറ്റം ചെയ്യുമെന്ന് മനസ്സിലാക്കിയാണ് വിൽപ്പന നടത്തിയാലും വഖഫ് ഭൂമി വഖഫായി തന്നെ നിലനിൽക്കുമെന്ന നിയമ ഭേദഗതി 1995 പാർലമെന്റ് പാസാക്കിയത്. അത്തരത്തിൽ സംഭവങ്ങളിൽ കയ്യേറ്റക്കാർ ഉയർത്തുന്ന വാദം തന്നെയാണ് സതീശൻ പറയുന്നത്. മാത്രമല്ല, മുനമ്പത്തെ ഭൂമി വഖഫാണെന്ന കോടതി പരാമർശങ്ങളെ കൂടി പുച്ഛിക്കുകയാണ് സതീശൻ. മുനമ്പത്തെ കുടുംബങ്ങളെ ഇറക്കി വിടണമെന്ന് ഒരു മുസ്ലിം സംഘടനകളും പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടില്ല. പ്രശ്നം ശാശ്വതവും രമ്യവുമായി പരിഹരിക്കണമെന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരേ സ്വരമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഭൂമി വഖഫ് അല്ലെന്ന് സ്ഥാപിക്കാനുള്ള സതീശന്റെ ശ്രമത്തിൽ നിഗൂഢതയുണ്ട്. ഏറ്റവും നല്ല പരിഹാരമായ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതുവരെ ക്ഷമിക്കുന്നതിന് പകരം വിഷയം വഖഫ് അല്ലെന്ന് സ്ഥാപിച്ചുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കാമെന്ന നിലപാട് അപകടമാണ്. വഖഫ് ട്രൈബ്യൂണലിനും കോടതികൾക്കും മുകളിൽ സതീശനെ ആരും സ്ഥാപിച്ചിട്ടില്ലെന്നും സതീശൻ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നുകൂടിയും SDPI പറയുന്നുണ്ട്. കൂടാതെ പ്രതിപക്ഷത്തോടുള്ള മുനമ്പം നിവാസികളുടെ ചോദ്യവും VD സതീശന് സമരസമിതിയുടെ നേതൃത്വത്തിൽ കത്തയച്ചിരുന്നു. വഖഫ് നിയമം മൂലം രാജ്യത്തെ ദുരിതത്തിൽ ആയവരോടുള്ള നിലപാട് എന്തെന്നാണ് കോൺഗ്രസിനുള്ള മുനമ്പം ജനതയുടെ ചോദ്യം. നിയമസഭയിൽ വിഷയം എന്തുകൊണ്ട് ഉന്നയിക്കുന്നില്ല എന്ന് ചോദിച്ച അവർ പ്രതിപക്ഷം സർക്കാരിനെതിരെ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല എന്നും ആരാഞ്ഞു. ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. 1. വഖഫ് വിഷയത്തിൽ ദുരിതബാധിതരോടുള്ള കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? 2. ഞങ്ങൾ സമരം തുടരുമ്പോൾ തന്നെയാണ് നിയമസഭ കൂടിയത്. മുനമ്പം വിഷയം എന്തുകൊണ്ട് അടിയന്തര പ്രമേയമായി നിങ്ങൾ അവതരിപ്പിച്ചില്ല? 3. സർക്കാരിനെതിരെ എന്തുകൊണ്ട് സമര പരിപാടി ഇല്ല? 4. വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന് പറയുന്നതിനപ്പുറം പ്രതിപക്ഷം എന്ന നിലയ്ക്ക് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? പ്രശ്നപരിഹാരത്തിന് എന്ത് നിർദ്ദേശങ്ങളാണുള്ളത്? 5. വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ ചേരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ UDF MPമാരുടെ നിലപാട് എന്തായിരിക്കും? അവസാനത്തെ ചോദ്യം, പ്രശ്നം പരിഹരിക്കാൻ 10 മിനിറ്റ് മതിയെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എന്താണ് ആ ഫോർമുല? മുനമ്പം നിവാസികളുടെ ചോദ്യം ഇത്രയുമാണ്. എന്തായാലും UDFന്റെ നിലപാടിനെതിരെ VD സതീശന്റെ നിലപാടിനെതിരെ ഒരേപോലെ രംഗത്ത് വന്നിരിക്കുകയാണ് മുസ്ലിം സംഘടനകൾ.